ജയറാമേട്ടനല്ലേ ജയറാമേട്ടൻ എങ്ങനെ കണ്ടിട്ടില്ല കേട്ടാ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? എന്താ ജയറാം പുള്ളിയും ഫൈറ്റൊക്കെ, പക്ഷെ ഇത്തിരി ഈഗോക്കുള്ള ആളാണ്. ലീഗയുടെ മജിസ്ട്രേറ്റാ. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. കാരണം ഈഗോ അങ്ങനെയല്ല, പുള്ളിക്ക് ഈ പറഞ്ഞ തന്നെ ഫൈറ്റ് ചെയ്യും ചേട്ടൻ. പക്ഷെ മറ്റുള്ളവർ ചെയ്യണ പോലെ അത്രയൊന്നും ഇതില്ല. അത്ര മറ്റുള്ളവർ ചെയ്യണ പോലെ ഒന്നും പുള്ളിക്ക് ഇതില്ല. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. ഫൈറ്റ് ചെയ്യും. ഈ പുള്ളിക്ക് അതായത് ഇപ്പൊ നമ്മള് ഫൈറ്റ് ചെയ്യുമ്പോ മേത്തൊക്കെ കൊണ്ടുവച്ചാ ആ പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. പ്രശ്നം ഉണ്ടാക്കും. നമ്മള് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മാസാണെങ്കിലും ജനവിടെ ശരിയായാലും തന്നെ പുള്ളിക്ക് പ്രശ്നവും. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പുള്ളി അന്ന് ചെയ്യാൻ പറ്റുന്ന അന്ന് ശരിയാവാത്ത എന്താ കുഴപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതവര് പുള്ളി ചിലപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളും കൊണ്ട് ചെയ്യണമായിരിക്കാം. ഇതൊന്നും മനസ്സിലാക്കാനുള്ള മൂളയില്ല. ഇപ്പത്തെ ഭയങ്കര വാർത്തയാക്കുന്ന ഒരു സംഭവമാണ് ജയറാമേട്ടൻ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓവർ വിനയമാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പൊ ഇതാ. വിനയം കൊണ്ട് വിനയം അങ്ങേർക്ക് കൂന് വന്നത് അങ്ങനെ തന്നെയാണ്. അതെ, എനിക്കൊരു 6 അടി പൊക്കമുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ അഹങ്കാരം ഒന്നും കാണിക്കാതെ അല്പം കുനിഞ്ഞു വളഞ്ഞേ നടക്കാറുള്ളൂ. പിന്നെ അത് ഓവറായിട്ടുള്ള ഒരു അത്രയൊന്നും വേണ്ട ആവശ്യമില്ല. അങ്ങനെ ചോദിക്കും സാറേ. ആദ്യം തന്റെ ഈ പരന്നു കിടക്കണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുജാര കുജാര ഇങ്ങിട്ട് കുജാര. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ആർക്കുണ്ടായാലും അങ്ങനെ കുമ്പിട്ടിരിക്കണതിന്റെ ആവശ്യമൊന്നുമില്ല. ഏയ് അതൊക്കെ തുടക്കത്തിൽ തോന്നാ. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങള് ലൈവായിട്ട് കാണുന്നതല്ലേ? ഞങ്ങള് ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. ആള് കുഴപ്പമൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളു. എന്റെ പേര് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പ്രയോജനം? ഈ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. ഞാൻ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ എനിക്ക് ഇനി പുള്ളി പടം തരാൻ പോണില്ല. കുഴപ്പമില്ല. എന്റെ ഒരു മാനസിക പുള്ളി വെറുതെയൊക്കെ പുള്ളി ആലമ്പ കണ്ടകളയും. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. പുള്ളിക്ക് പുള്ളിയുടെ ഒക്കെ ആളെ കിട്ടിയില്ലെങ്കിൽ പുള്ളി സമ്മതിക്കുന്നില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. പറ്റിയ ആളെ പുള്ളി ഒരു ജൂനിയർഷൊക്കെ ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്. എന്റെ ഒരു കാഴ്ചപ്പാട്, മറ്റവർക്ക് എനിക്കറിയില്ല. അവൻ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ. പൊട്ടന്ന ലോക പൊട്ടനാണ്. എനിക്ക് എന്റെ അനുഭവങ്ങൾ പറഞ്ഞാണ്. നല്ലൊരു നടനാണ്. നല്ല നടനാണ്. പക്ഷെ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് ഹീറോയുടെ ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ കോമാളി എന്നും കോമാളിയാണെന്നുള്ള സത്യം നീ മറക്കരുത്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് കൊന്നല്ലേ.